ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പ്രേയിങ് ഹാൻഡ്സിൻ്റെ ബാക്കിയാണ്. സോ ഇതാ നോക്കിക്കോളാം. നമ്മൾ അക്കാഡമി വരെയല്ലേ പഠിച്ചത്. ഇന്ന് നമ്മൾ ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ് ദി ടു ബോയ്സ് ഫൈനലി വോക്ക്ഡ് ഔട്ട് എ പാക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടി, ഒരു വിദ്യ. പാക്ട് മീൻസ് എന്താണ്? ഉടമ്പടി അല്ലെങ്കിൽ ഒരു ഉപായം കണ്ടെത്തി. ഓക്കെ, ഉപായം എന്നതാണ് പാക്ടിന്റെ അർത്ഥം. കരാർ മീൻസ് നമ്മൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഉറപ്പ്, അങ്ങനെ അവര് ഒരു വിദ്യ, ഒരു സംഭവം, ഒരു ഉപായം കണ്ടെത്തി. അങ്ങനെ നിങ്ങൾ അറിഞ്ഞാൽ മതി. They would toss a coin. അവര് ഒരു കോയിൻ ടോസ് ഇട്ടു. എങ്ങനെ ടോസ് ഇട്ടേ? The loser would go down into the nearby mines. His earnings would support his brother to study at the academy. In 4 years, the brother who won the toss would complete his studies. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോസ് ഇട്ട ആള് എന്ത് ചെയ്യണം? ലോസ് ചെയ്യുന്ന ടോസ് ഇട്ടിട്ട് തോക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഇപ്പം ടെയിലോ ഹെഡോ വീണാരാണ് തോക്കാം. ഓക്കെ, എന്തോ ഒരു സാധനം, രണ്ടെണ്ണേ ഉള്ളു. അപ്പൊ അതിലേതോ ഒന്ന് വീഴുമ്പോഴാണ് തോക്കുന്നത്. അപ്പൊ ഈ തോക്കുന്ന ആള് എന്ത് ചെയ്യണം? അച്ഛൻ്റെ കൂടെ മൈനിൽ പോയി പണിയെടുത്ത് കിട്ടുന്ന പൈസയില് തന്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യണം പഠിക്കാൻ വേണ്ടിയിട്ട്. 4 വർഷം കഴിയുമ്പോൾ ആ ബ്രദർ ഇറങ്ങും. പിന്നീട് എന്താണ്? He would then support his brother to go to the academy if necessary. അക്കാഡമി എന്താണ്? പിന്നീട് ഇവൻ ഈ പഠിച്ചിറങ്ങിയ ആള് തൻ്റെ ആർട്ടുകളും ഒക്കെ കൊടുത്ത് വിറ്റ് പൈസ ആക്കിയിട്ട് അത് കൊണ്ടിട്ട് അടുത്ത ആളെ പോവാനായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇഫ് നെസസറി he would even work in the mines for that. അത്യാവശ്യമാണെങ്കിൽ അവനും മൈൻസിൽ പോയി പണിയെടുക്കേണ്ടി വരും. ഓക്കെ, പേജ് അളവിൽ പോയി ഇനി പേജ് വെച്ച് പഠിപ്പിക്കാം. അതാ നോക്കോ. One day morning after church, they tossed the coin that would determine their future. Okay. അപ്പോൾ എന്നിട്ട് ഒരു ഞായറാഴ്ച ചർച്ച് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ഒരു കോയിൻ ടോസ് ഇട്ടു. അതായിരുന്നു ആ ഒരു കോയിൻ്റെ ടോസ് ആയിരുന്നു അവരുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത്, അവരുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്നത്. Albrecht Dürer, the younger brother, won the toss and went off the academy. അങ്ങനെ ആൽബ്രെക്റ്റ് ഡ്യൂറർ എന്ന് പറയുന്ന ഒരു ചെറിയ ഇളയ സഹോദരൻ എന്ത് ചെയ്തു? ടോസ് ഇട്ട് ജയിച്ചു. അവൻ അക്കാഡമിയിലോട്ട് പോയി. Albert went down into the dangerous mines and for the next 4 years supported his brother. എന്താണ്? അങ്ങനെ ആൽബ്രെക്റ്റല്ലേ പോകുന്നത്. അപ്പോൾ മൂത്ത ചേട്ടനായ ആൽബർട്ട് വളരെ അപകടകരമായ ആ ഒരു ഖനിയിൽ ഇറങ്ങിയിട്ട് അടുത്ത 4 വർഷത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കഷ്ടപ്പെട്ടു. ഓക്കെ, പണിയെടുത്തു. എന്നിട്ട് അവൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്തു. ആൽബ്രെക്റ്റ് വർക്ക് at the academy was almost an immediate sensation. Immediate sensation is a famous sensation. അതാണ് അർത്ഥം. ആൽബ്രെക്റ്റിന്റെ ആ ഒരു വർക്കുകളെല്ലാം, അക്കാഡമിയിലെ വർക്കുകളെല്ലാം ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങി, ഭയങ്കര പ്രശസ്തമാവാൻ തുടങ്ങി. ആൽബ്രെക്റ്റ് etchings, his woodcuts and his oil paints were far better than those of most of his professors. എന്താണ് ആൽബ്രെക്റ്റിന്റെ എച്ചിങ്സ് മീൻസ് എന്താണ്? പടങ്ങളും കാര്യങ്ങളും, ആർട്ട് വർക്കുകളും അതുപോലെ തന്നെ അവൻ്റെ ആ ഒരു മരപ്പണി ഉണ്ടല്ലോ, മരക്കൊത്തുപണി, ഇങ്ങനെ നമ്മൾ കൊത്തത്തില്ലേ, മരത്തിൽ ചിത്രം കൊത്തില്ലേ, ആ പണി. അതുപോലെ തന്നെ അവൻ്റെ ഓയിൽ പെയിൻറ്റിങ്സ്, മറ്റേ ഓയിൽ ക്രയോൺസ് ഇല്ല, അതൊക്കെ വെച്ച് പെയിൻറ് ചെയ്യുന്ന പെയിൻറ്റിങ്സ് എല്ലാം അവനെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിനേക്കാളും വളരെ നന്നായിരുന്നു എന്ന് പറയാണ്. By the time he graduated, he was beginning to earn a considerable fee for his books. എന്താണ്? അപ്പോൾ ഗ്രാജുവേഷൻ ഒക്കെ ആയപ്പോൾ, ഗ്രാജുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ആ കോഴ്സിന് കിരീടവും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടുന്നതിനാണ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഗ്രാജുവേഷൻ ആയ സമയത്ത് അവൻ എന്ത് ചെയ്തിരുന്നു? അവൻ്റെ വർക്കുകൾക്കെല്ലാം അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് കൈപ്പറ്റാൻ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ സമ്പാദിക്കാൻ തുടങ്ങി.
When the young artist returned to his village, the Durer family held a festive dinner on their lawn to celebrate his homecoming. എന്താണ് അങ്ങനെ അവൻ ആ ഒരു ആൽബ്രക്റ്റ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ആ ഡ്യൂറർ ഫാമിലി വളരെയധികം ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ട് എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഒരുപാട് നമ്മളിങ്ങനെ ആരെങ്കിലും അച്ചീവ് ചെയ്തിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യില്ല, അങ്ങനെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഓക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നലെ ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. 1500 അല്ല, 500 വർഷമാണ് 15th സെഞ്ച്വറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണക്കിൽ വലിയ വശമില്ല. അപ്പോൾ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.